സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് നിരാശ വന്നു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇത് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നയപ്രഖ്യാപനമാണ്. ഇനി BJP പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നല്ലത് പറഞ്ഞെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചത്. പിന്നെ രാഷ്ട്രീയ ദുരൂഹത ഉണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങയോട് ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDFിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? LDFിൻ്റെ വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDFിൻ്റെ 11,771 വോട്ട് താഴോട്ട് പോയി. അപ്പൊ നിയമത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരത്തെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്ര പോയെന്നറിയാമോ? 17,554. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞു. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറഞ്ഞു. മനസ്സിലായ? പിന്നെ അല്ല, നിയമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്ത് നമ്മുടെ കൂടി ഭയങ്കരമായിട്ട്. കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് 17,554, ചാത്തന്നൂര് 11,771 പോയി. അപ്പൊ അങ്ങ് ഇവിടെ പറഞ്ഞ വാദഗതി കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ജയിപ്പിച്ചാണ് അവര് 3 പേര്. കറക്റ്റാണ്, അതാണല്ലോ പറഞ്ഞത്. അങ്ങനെ ഉദ്ദേശിച്ചാണല്ലോ ഞങ്ങള് 3-ാം സ്ഥാനത്ത് പോയിട്ട് ഇവരെ, ഞങ്ങൾ അന്നും 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ പ്രാവശ്യം, ഇവരെ സഹായിപ്പിച്ച. അന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളാണ് ഓൺ എ സിൽവർ പ്ലാറ്റർ, ഒരു വെള്ളിത്താളത്തിലാക്കി നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റുകൾ BJPക്ക് സമ്മാനിച്ചു ആണ്. അങ്ങ് പറഞ്ഞ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ അതാണ്, നിങ്ങളാണ് കൊടുത്തത്. അതിനെയാണ് ഞങ്ങൾ ഡീലാണ് എന്ന് പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണക്കുകൾ കൃത്യമായിട്ടുണ്ടാവും, ആർക്കും മാറ്റി മറിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ ഞാൻ എല്ലാ കാര്യത്തെയും കുറിച്ച് പറയുന്നില്ല. ആര്യാടൻ ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് 2-ാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെയെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ ആണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാമല്ലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല.